ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നെന്ന് പറയുന്നത് നമ്മൾ ബെസ്റ്റ് ഓഫ് ചോയ്സിൻ്റെ 26ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഒരു അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മായിയുടെ അമ്മ പറയുന്നുണ്ട്, ഇന്ന് യാവോടെ ഗേൾഫ്രണ്ട് ഇങ്ങോട്ട് വന്നു എന്ന്. അപ്പോൾ നമ്മുടെ നടിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവനോട് ചോദിക്കുമ്പോൾ അത് സീനിയർ ഗേളാണെന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ ഗേൾഫ്രണ്ടാണെന്ന് പറയുന്നു. എന്താണ് നടക്കണമെന്ന് അറിയാൻ പാടാതെ നമ്മുടെ ബെസ്റ്റിനെ വിളിക്കുവാണ്. ഇടി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ നമ്മുടെ ബെസ്റ്റ് പറയാണ്, യാവോക്ക് ഇപ്പം അങ്ങനെയൊക്കെ നടന്നോ? അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് കരുതി തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എന്നാൽ ശരി, ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൾക്ക് അപ്പോഴും ഒരു ഡൗട്ട് പോകുന്നില്ല. ഇപ്പോൾ അവൾക്കും ചെറുതായിട്ട് അവനോട് ചെറിയ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ യാവോ ആണെങ്കിൽ ഇവിടെ സീനിയർ ഗേൾ എന്ന് വിളിക്കുന്നുണ്ട്, നമുക്ക് സീനിയർ എന്ന് വിളിക്കാം. ഇവിടെ ഹീഡോ അങ്ങ് ക്ലബ്ബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്ത് സീനിയർ കയറി വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ മര്യാദയ്ക്ക് പറഞ്ഞോ മായി ആരാണെന്ന്. അപ്പോഴാണ് അതൊന്നും പറയാൻ പാടില്ല. ആഹാ, നീ പറയില്ലേ, ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീഡോ അങ്ങനെ ശരിക്കും ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് നമ്മുടെ സീനിയർ ഗേൾ. ഇവിടെ പറയുന്നുണ്ട്, എടാ വേണ്ട, അങ്ങനെയൊന്നും പറയാൻ പാടില്ലടാ, നീ മായിനെ പറ്റി അറിയാതിരിക്കുക ബുദ്ധി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മായയുടെ അമ്മയുടെ ചേട്ടനോ ചേച്ചികൾ ഒരു ഫാമിലി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫാമിലിയിലെ ഒരു കുട്ടി ചെറുക്കൻ എപ്പോൾ നോക്കിയാൽ കുസൃതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചെടിയുടെ മണ്ണൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഒരു പ്യുവർ വൈറ്റ് ഇട്ടിട്ടുള്ള 2 കപ്പിൾസ് വരുന്നുണ്ടായിരുന്നു. അവറ്റങ്ങളുടെ മേത്തിട്ട് തേമ്പുവാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുവാണ്. എടാ കുരിപ്പ, നീ എവിടെ നിന്ന് പൊട്ടി മുളച്ചതാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മായയുടെ അമ്മയുടെ പോലെ പൊട്ടിത്തെറിച്ച ഫാമിലി തന്നെയാണ് ഇവരുടേതും. ഇവരും അങ്ങനെ പൊട്ടിത്തെറിക്കുവാണ്. അങ്ങനെ നമ്മുടെ മായ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, സോറി സർ, ഞങ്ങൾ ഇന്നത്തെ റൂം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നേക്കാം, പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തേക്കാം. അവർ കൂളായിട്ട് അവിടുന്ന് പോവുകയാണ്. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഒരു വാക്ക് പറയുന്നുണ്ട്, ആ കുരിപ്പിനെ മര്യാദയ്ക്ക് വളർത്താൻ. ഇത് കേൾക്കല്ല, ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. നമ്മുടെ മായി പറയുന്നുണ്ട്, അത് കുഞ്ഞു കുട്ടിയാണ്, അവനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, അല്ലാതെ നിങ്ങൾ അവരെ പോയി ചീത്ത പറഞ്ഞിട്ട് ഒരു പരിപാടിക്കും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം, ഇവിടെ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളുടെ മക്കളെ ഇങ്ങനെ പറയുവാണ്, നീ ആണെങ്കിൽ ഇതൊക്കെ നോക്കി നിൽക്കുന്നു, എന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ പൊട്ടിത്തെറിച്ച ബോംബ് പോലെ ഇങ്ങനെ ചൂടായോണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അവരുടെ ഏറ്റവും താഴെയുള്ള മോൻ കയറി വരുന്നത്. ആൾ കയറി വരുമ്പോൾ നമ്മുടെ ഡാഡ് പറയുന്നുണ്ട്, എടാ നീ ഇവളുടെ ഒപ്പം ടെൻഡർ മീറ്റിങ്ങിന് കാര്യങ്ങളൊന്നും സംസാരിക്കരുത്, ഇവൾക്ക് നമുക്ക് ബിസിനസ്സിനൊന്നും വേണ്ട, ഒന്നിനും വേണ്ട എന്നൊക്കെ പറയുവാണ്. ആൾ പറയുന്നുണ്ട്, എൻ്റെ ഡാഡി നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, നിങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് വന്നോളും എന്നൊക്കെ പറയുകയാണ്. ഇവരിങ്ങനെ വീണ്ടും ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് വേറെ സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. നമ്മുടെ മായി പറയുവാണ്, നിങ്ങൾ തന്ന ഡിസൈൻസ് കുറച്ചുകൂടി മാറ്റി പിടിക്കുവാണെങ്കിൽ അടിപൊളിയാവും, ഒന്ന് മാറ്റി പിടിക്കാവോ എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ വേറെ കുറച്ച് ഡിസൈൻ കൂടി മാറ്റി പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരട്ടെ പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുവാണ്. കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു സീനിയർ ഗേൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അവളെ ഫോട്ടോ എടുത്തിട്ട് പറയുവാണ്, അല്ല ആ ഫോട്ടോ കണ്ടില്ലേ, ഈ ഫോട്ടോയിലെ ആ പെണ്ണാണോ നമ്മുടെ മായി എന്ന് ചോദിക്കുവാണ് ഹീഡോങ്ങിനോട്. അപ്പം നമ്മുടെ ഹീഡോങ് ആൾക്ക് കാണിച്ചു കൊടുക്കുക, യാവോക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്, ഞാനിപ്പോൾ എന്നാ പറയാനാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ യാവോ ഹോട്ടലിലേക്ക് വരുവാണ്. എന്നിട്ട് സീനിയർ ഗേളിനെ അവിടെ നിന്ന് പുറത്താക്കുവാണ്. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്, ഇപ്പം നീ എന്തിനും ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾ പറയുകയാണ്, ഞാനിവിടെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഞാൻ എന്തായാലും ഇനി ഇവിടേക്ക് വന്നല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ, അപ്പം ഞാൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടെ ജോലി ചെയ്യാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ നേരെ ഓഫീസിലേക്ക് കയറി പോവുകയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ മായും ഈ ഒരു ചെറുക്കനെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിവിടെ നല്ലൊരു ജോലി വേണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് ജോലി തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾ പറയുകയാണ്, ഞങ്ങളിപ്പോൾ മീറ്റിങ്ങിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആൾ പറയുന്നുണ്ട്, നിങ്ങളെന്ത് ഇങ്ങനെ പറയുന്നത്, ഞാനൊരു വലിയ വ്ളോഗറാണ്, 2.5 ലക്ഷം പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എൻ്റെ കഴിവുകൾ കണ്ടിട്ട് എനിക്ക് ജോലി ഒന്നുകൂടെയെന്ന്. അപ്പോൾ ആൾ പറയുകയാണ്, നിൻ്റെ കഴിവുകൾക്ക് നിനക്ക് നല്ലൊരു ജോലി കിട്ടും, നീ പേടിക്കണ്ട, ഇപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇതൊക്കെ നീ അനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുവാണ്. നമ്മുടെ യാവോ പുറത്ത് വന്നിട്ട് പറയുവാണ്, നീ എന്നെ ബോയ് ഫ്രണ്ട് പറഞ്ഞ് നടക്കല്ലേ, നമ്മൾ തമ്മിലൊരു ബ്രദറിൻ്റെ ബന്ധുവല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. പക്ഷേ അവളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. വീട്ടിലേക്ക് വരുന്ന നമ്മുടെ യാവോനെ തിരിഞ്ഞ കണ്ണ് നോക്കാണ്ട് തിരിഞ്ഞ് നടക്കുവാണ്. എന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മായിയുടെ അമ്മ പറയുവാണ്, നമ്മുടെ ഫാമിലി വല്ലാതെ ടെൻഷനായിരിക്കുവാണ്, അപ്പോൾ നാളെ അവർ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നീ കൊണ്ടുപോകണം പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം പണിയുണ്ട് പറയാണ്. അപ്പോൾ നമ്മുടെ ജാബോന് പറയുന്നുണ്ട്, എന്നാൽ നീ കൊണ്ടുപോ, നീ നല്ല പോലെ ചിലവൊക്കെ ആക്കിയിട്ട് അവരെ നല്ല ഭംഗിയിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ മായാണെങ്കിൽ കുറച്ച് റിലാക്സേഷന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ യാവും പിന്നാലെ ഇറങ്ങുന്നുണ്ട്. അവൾക്ക് ഒരു വൈൻ ബോട്ടിൽ എടുത്ത് കൊടുത്ത് പറയുകയാണ്, എന്നാൽ കുടിച്ചോ, റിലാക്സ് ചെയ്തോ എന്നൊക്കെ പറയുവാണ്.
നമ്മുടെ മായിയാണെങ്കിൽ അത് കുടിച്ചിട്ട് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ നടക്കാൻ പോവുക. അപ്പോൾ സമയത്ത് നമ്മുടെ യാവോനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നമുക്ക് പുറത്തുനിന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന് പറയുവാണ്. ഇവിടെ നമ്മുടെ ബെസ്റ്റി ഉണ്ടല്ലോ, ബെസ്റ്റിക്ക് തീരെ വയ്യാന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഇജാവോനെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണാൻ വരട്ടെ ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, എന്നെ കാണാൻ വേണ്ടി വരണ്ട, ഞാനിപ്പോൾ ചെറിയൊരു ടെൻഷനിലാണ്. കാരണം നാളെ എൻ്റെ മോനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ്. പക്ഷേ ഇവിടേക്കാണ് കൊണ്ടുപോകാൻ ഒരു പിടുത്തല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജാവോ പറയുവാണ്, എടാ ഞങ്ങൾ ഈ പുറത്തേക്ക് പോകുന്നുണ്ട് നല്ല ഫാമിലിയുടെ കൂടെ, അപ്പോൾ അവനും കൂട്ടി കൊണ്ടുവന്നേക്ക്, അവിടെയാണ് കുഞ്ഞു കുരിപ്പും കൂടി ഉണ്ട്, അവൻ്റെ കൂടെ കളിച്ചോടും പറയാണ്. ഇവിടെ നമ്മുടെ യാവവും നമ്മുടെ നടീനെയും കൂട്ടി ബസ്സിൽ കയറിയിരിക്കുവാണ്. ആ സമയത്ത് അപ്പുറത്തൊരു ചെറുക്കൻ ഇരിപ്പുണ്ട്. ആ ചെറുക്കനോട് മാറിയിരിക്കാൻ പറയുമ്പോൾ മാറിയിരിക്കുന്നില്ല. ആ ചെക്കനോട് പറയുന്നുണ്ട്, മുമ്പിൽ ഈ ചേച്ചിയെക്കാളും നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, അവിടെ അടുത്തേക്ക് പോ എന്ന് പറയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോവുകയാണ്. നീ അവിടെ പറ്റിച്ചല്ലേ? പിന്നെ ഞാൻ പറ്റിക്കല്ലേ, ഞാൻ പറ്റിക്കത്തില്ല. അല്ല ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുമ്പോഴേ ഒരുത്തൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അതാരാ? അല്ല നീ ഇപ്പം ഇതിന് അതൊക്കെ അറിയേണ്ട ആവശ്യം, അത് എൻ്റെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, കാരണം ഞാൻ നിന്നെ പ്രേമിക്കണില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പം നമ്മുടെ മായി ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, നീ എന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ യാവാണെങ്കിൽ പ്രൂവ് ചെയ്യേ, അതൊക്കെ എങ്ങനെയാ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മായ ആണെങ്കിൽ അവനെ കിസ് ചെയ്യുന്നുണ്ട്. അവിടെ യാവോനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് സ്വപ്നമാണോ റിയൽ ആണോ എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത്. അതിനുശേഷം ഇവരിങ്ങനെ അടിപൊളി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് പതിയെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാവോ അവളുടെ കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. ആ പോകുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എടാ നമുക്ക് പതുക്കെ പോകാൻ, കൈ വിട് പറയുമ്പോൾ അവൻ പറയുകയാണ്, അതെ എനിക്ക് നിൻ്റെ കൈ വിടാൻ വലിയ താല്പര്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോയാലോ, അച്ഛനും അമ്മയും കാണും, കൈ വിട്, ഇപ്പം നമ്മുടെ റിലേഷൻ കുറച്ച് ദിവസത്തേക്ക് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ പറയുവാണ്. ഇവിടെ നമ്മുടെ യാവോ ആണെങ്കിൽ അവിടെ നിന്ന് ശരിക്കും കിസ് ചെയ്താ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡൗട്ട് അടിച്ചിങ്ങനെ ഇരിക്കുവാണ്. യാവോ ആണെങ്കിൽ അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. റിപ്ലൈ കിട്ടാണ്ടാവുമ്പോൾ ഒരു ജനലയുടെ അവിടെ നിന്ന് ശബ്ദം. നമ്മുടെ നടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ യാവോ ആണെങ്കിൽ ഫോൺ നൂലിൽ കെട്ടിയിട്ട് ഇറക്കിയിരിക്കുവാണ്. ഹലോ മേഡം ഒന്ന് പുറത്തേക്ക് വരാവോ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ബാൽക്കണി ടു ബാൽക്കണി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, ബാൽക്കണിയിലടക്കം വല്ലാത്ത എലിയുടെ ശല്യമായി, നാളെ നോക്കിക്കോ, എല്ലാത്തിനും വിഷം വെച്ച് കൊല്ലും ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജാവും ബെസ്റ്റിയും കൂടിയിട്ട് അടിപൊളിയായിട്ട് ട്രിപ്പ് ആഘോഷിച്ച് വരുവാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവർ ആ കുരിപ്പിൻ്റെ ഒപ്പമാണ് ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ആദ്യം നല്ലപോലെ കളിക്കുന്നുണ്ട്. അതിനുശേഷം ജാവും ബെസ്റ്റിയും കൂടിയിട്ട് എനിക്കപ്പോൾ സമാധാനമായത്, ഇപ്പോൾ രണ്ടാമത്തേന് നോക്കാൻ നീ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവനോട് സംസാരിക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ബെസ്റ്റിയുടെ കുട്ടിയുടെ കയ്യിൽ ഒരു പാവയുണ്ട്, ആ പാവ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തൊന്ന് തല്ലുകൂടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ ചെക്കൻ്റെ കയ്യിൽ തന്നെയാണ് ഇത് കിട്ടിയത്. ഈ കുട്ടി കുറച്ച് പാവമായതുകൊണ്ട് അത്ര തല്ലുകൂടി വാങ്ങാനൊന്നും നിന്നില്ല. ആ ഒരു പാവ താഴോട്ട് പൊട്ടിച്ചു അപ്പുറത്ത്. അപ്പം നമ്മുടെ ജാബ് ചോദിക്കുന്നുണ്ട്, എന്താടാ കുരിപ്പ നീ ഇരുന്ന് കാണിച്ചേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ, എന്നെക്കാളും താഴെയുള്ള ചെക്കനല്ലേ അവനക്ക് നീ വിട്ടു കൊടുത്താൽ നിനക്ക് എന്താ, അത് അവൻ്റെ പാവനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ ഇവരുടെ ഫാമിലി ഈ കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ ഫാമിലി പിന്നെ സഹിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവർ കൂടിയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി നീ ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നേ അല്ലേ, കാണിച്ചിരുന്നുണ്ടോ, ഞാൻ നിന്നെ കാണിച്ചിരുന്നു പറയുകയാണ്. അവിടെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവരത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. അവർ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. നമ്മുടെ നടിയാണെങ്കിൽ ജോലി എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു സാൻഡ്വിച്ച് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ യാവോ കയറി വന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്കുള്ളതാ, നീ കഴിച്ചോ പറയാണ്. വേറെ ഡിഷുകളാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ കഴിച്ച് തീർക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, അതാ നിനക്ക് മാത്രമല്ല എന്നെ കാണാൻ വരാൻ നേരമില്ലാത്തുള്ളൂ, പക്ഷേ എനിക്ക് നിന്നെ കാണാൻ നല്ല നേരമുണ്ട് പറയുകയാണ്. ഇന്ന് നടന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാവോനെ വീട്ടിലിട്ടിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.